അപ്പോൾ ഇതാണ് ഡൈനിങ് ഏരിയ വരണേ. നല്ല ബ്യൂട്ടിഫുൾ, നല്ല ചെയറാണ് വെച്ചാൽ എല്ലാം. ഇപ്പോൾ ചെയേഴ്സ് എന്നൊക്കെ പറയുമ്പോൾ പല തരത്തിലുള്ള ചെയേഴ്സൊക്കെ ഡിസൈൻ ചെയ്തിട്ടാണല്ലേ നമ്മൾ വെക്കുന്നുണ്ടാവുക. ഇപ്പോൾ സോഫാസ് ആണെങ്കിലും ഇതുപോലെ ഡൈനിങ് ഏരിയയിൽ വരുന്ന ചെയേഴ്സ് എല്ലാം. അപ്പോൾ ഇതും നല്ല ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ചെയറാണ്. അതുപോലെ തന്നെ ഇത് മാർബിൾ ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. ആണോ? അല്ലേ? യെസ്, അതിൽ നിന്ന് ക്യാമറ ചേട്ടൻ പറഞ്ഞു. ഓക്കെ, മാർബിളാണ്. മാർബിളിൻ്റെ ആണ് ഡൈനിങ് ടേബിളിൽ പ്ലേസ് ചെയ്തിട്ടുള്ള ഈ സാധനം. ഇനി ഒരു ഫ്ലാറ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും ഭയങ്കര അട്രാക്റ്റീവ് എന്ന് പറയുന്നത് അതിൻ്റെ ബാൽക്കണി ആയിരിക്കും അല്ലേ? തീർച്ചയായിട്ടും ബാൽക്കണി തന്നെയായിരിക്കും. നമുക്ക് ഭയങ്കര നിർബന്ധം, നമ്മൾ പറയും എനിക്ക് ഈ വ്യൂ ഉള്ള, നമ്മുടെ ബഡ്ജറ്റ് അനുസരിച്ച് നോക്കുമ്പോൾ പല രീതിയിലുള്ള ബാൽക്കണി വ്യൂ ആയിരിക്കും നമുക്ക് കിട്ടുന്നുണ്ടാവുക. അപ്പോൾ എപ്പോഴും ബാൽക്കണി എന്ന് പറയുമ്പോൾ നമുക്ക് ഭയങ്കര സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു പ്ലേസ് ആയിരിക്കും ഈവനിങ്ങിനൊക്കെ ഇരിക്കാനും. അപ്പോൾ ഇവിടെ നിന്ന് നേരെ നമ്മൾ ബാൽക്കണിയിലേക്കാണ് പോകുന്നത്. എനിക്ക് എൻ്റെ ഫ്രണ്ട്സിൻ്റെ ഒക്കെ ഫ്ലാറ്റ് എന്നൊക്കെ പറയുമ്പോൾ നമ്മളെപ്പോഴും ടൈം സ്പെൻഡ് ചെയ്യുന്നത് നമ്മൾ ബാൽക്കണിയിൽ തന്നെയായിരിക്കും. അപ്പോൾ യെസ്, നമുക്ക് തുറക്കാം. ഭയങ്കര അടിപൊളി വ്യൂ ആണ്. അയ്യോ, തുറന്നപ്പോൾ തന്നെ നല്ല കാറ്റ്. യെസ്, അപ്പോൾ ഇതാണ് നമ്മുടെ ധ്യാൻ ചേട്ടൻ്റെ ഫ്ലാറ്റിൻ്റെ ബാൽക്കണി.